ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ വേസ്റ്റ് ഐറ്റങ്ങൾ കൊണ്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതാണ്. ആദ്യം നമ്മൾ കേക്കൊക്കെ മേടിക്കുമ്പം അതിൻ്റെ അടിയിൽ വയ്ക്കുന്ന ആ പേപ്പർ കാർഡ്ബോർഡ് നമ്മൾ കളയുക ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതൊന്നും ഇങ്ങനെ കളയാറില്ല. ഇതെല്ലാം എടുത്ത് വെച്ചേക്കും, നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കും. എപ്പോഴെങ്കിലും എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യണമെന്ന് തോന്നുമ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലാദ്യം ഞാൻ പെയിൻറ്റ്, നമ്മൾ ഫാബ്രിക് പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാത്തിനും. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് ഞാനൊരു പിങ്ക് കളർ അടിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും നമ്മുടെ താല്പര്യം അനുസരിച്ചാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി തോന്നും. അപ്പോൾ അതിലോട്ടായിരിക്കും. ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് അങ്ങനെ എടുത്ത് വെക്കുന്നതല്ല. പക്ഷെ എന്നെ ഒരു സാധനം കണ്ടാലും ഞാനതങ്ങനെ കുറേ കളക്ട് ചെയ്യും. 2-3 എണ്ണം അങ്ങനെ ആകുന്നവരെയും. ഈ ബോട്ടിലിൻ്റെ അടപ്പ്, സ്പോഞ്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ ഫോൺ കവറൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന സ്പോഞ്ചാണ്. അപ്പം ഞങ്ങൾ ഒരു പ്രാവശ്യം 2 കവർ മേടിക്കാൻ പോയപ്പം ആ കടയിൽ അവർ ചോദിച്ചു ഇതെന്തിനാ. അപ്പോൾ ഞങ്ങളിങ്ങനെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ കളക്ട് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിത് വെച്ചാണ് ഒരു ലീഫ് പോലെ വെട്ടിയെടുക്കാൻ പോകുന്നത്. നമുക്ക് ഇങ്ങനെ വെട്ടിയെടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ പേപ്പറിൽ വെട്ടിയിട്ട് അത് വെച്ച് വെട്ടിയെടുത്താൽ മതി. ഞാൻ ചുമ്മാ അങ്ങനെ റാൻഡമായിട്ട് വെട്ടിയെടുക്കുന്നതേ ഉള്ളൂ. അത് ഏത് ഷേപ്പിലാണ് നമ്മൾ പൂ പോലെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൂ രീതിയിൽ വെട്ടിയെടുക്കുമോ അല്ലെ വേറെ എന്തെങ്കിലും, ഇപ്പോൾ ദീപാവലി ടൈം വിളക്ക് പോലെയോ അങ്ങനെയൊക്കെ ദീപം പോലെയൊക്കെ നമുക്ക് വെട്ടിയെടുക്കാം. ഓരോ രീതിയിൽ എന്തോ ക്രിയേറ്റിവിറ്റി ചെയ്യണമെന്ന് തോന്നുന്നു അതനുസരിച്ച്. ഞാൻ ഈയിടെയായിട്ട് രാവിലെ എന്നും ഗുഡ് മോർണിംഗ് മെസ്സേജ് ആയിരുന്നു. നേരത്തെ ഇടയ്ക്ക് ഗാർഡൻ്റെ വ്യൂ ആയിരുന്നു. ഇങ്ങനെ ഓരോരോ വെറൈറ്റി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മാറ്റിയില്ലെങ്കിൽ വ്യൂ കിട്ടുന്നത് കുറയും. പിന്നെ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസൊക്കെ കുറയുകയും ചെയ്യും. അത് റൊട്ടീനായി കഴിയുമ്പോൾ നമുക്ക് വലിയ ഇതില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറേ വേസ്റ്റ് ഐറ്റം കൂട്ടി വെച്ചിരിക്കുന്ന അതെല്ലാം ചെയ്തങ്ങ് തീർക്കാവുന്ന, അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചെടുത്തതാണ് ക്രാഫ്റ്റായിട്ട്. അപ്പോൾ ഇത് ആദ്യം പെയിൻ്റ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാർഡ് ഗ്ലൂ ഗൺ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. നല്ലതാണ്, പെട്ടെന്ന് ഒട്ടിക്കിട്ടും. പക്ഷേ എൻ്റെ കയ്യിൽ ഗ്ലൂ ഗൺ തീർന്നു പോയി. അതുകൊണ്ട് ഞാൻ ഫെവിക്കോൾ വെച്ചാണ് ഇപ്പോൾ ഒട്ടിച്ചിരിക്കുന്നത്. ആ സ്പോഞ്ച് കൊണ്ട് തന്നെ സ്റ്റെമ്പും ലീഫും എല്ലാം ഓരോരോ ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്താൽ മതി. അല്ലാതെ നമുക്ക് പേപ്പർ ചുരുട്ടി അങ്ങനെ വേണേലും വയ്ക്കാം. അപ്പം ഞാനിത് തന്നെയാണ് എല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്പോഞ്ചും എനിക്ക് മാക്സിമം തീർക്കണം. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ പിങ്ക് കളറിൽ ഈ വെള്ള വെച്ചപ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാം കൂടെ വൈറ്റായാൽ കാണാനും ഒരു ലുക്ക് ഉണ്ടായിരിക്കുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ അങ്ങനെ ചെയ്തത്. ലീഫിൻ്റെ ഓരോരോ രീതിയിൽ നമുക്ക് വെട്ടിയെടുത്താൽ മതി, ഏതാണ് കാണാൻ ഭംഗിയോ അതനുസരിച്ച്. അപ്പം ഞാനിങ്ങനെ 2 പൂവും 2 സ്റ്റെമ്പും ലീഫും എല്ലാം ഒട്ടിച്ച് തെർമോക്കോൾ വെച്ച് തന്നെയാണ് ചെയ്തത്. നല്ലൊരു വാൾ ഹാങ്ങിങ് ആണ്. നമുക്ക് ഭിത്തി തൂക്കിയിടുകയും ചെയ്യാം. അത് മേലിലൊരു ഹോളിട്ടോ അല്ലെങ്കിൽ പുറകെ ഗ്ലൂ ഗൺ വെച്ച് ഒരു ഇത് ഒട്ടിച്ചാലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ഹോളിട്ടിട്ട് ആണിക്കകത്ത് തൂക്കിയിട്ടാലും മതി. നല്ലൊരു വാൾ ഹാങ്ങിങ് ടേബിളിലും ഇങ്ങനെ വെക്കാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ആദ്യത്തെ ക്രാഫ്റ്റ് വാൾ ഹാങ്ങിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടാമത് ഒരു ഐസ്ക്രീം ഡപ്പായുടെ അടപ്പാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇതും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. എന്തോ ചെയ്യാമെന്ന് ഓർത്തപ്പോൾ അപ്പം ഞാൻ ആദ്യം ഓർത്ത ആ ലെറ്റേഴ്സൊക്കെ ഇരിക്കുന്നത് കീറിയിട്ട് വരുന്നില്ല. അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ച് അത് വൈറ്റ് ആക്കാം. പിന്നെ എൻ്റെ കയ്യിൽ നമ്മൾ ഈ പിസ്സ മേടിക്കുമ്പോൾ അതിൻ്റെ നടുക്ക് ഒരു സാധനം, ഒരു ചെറിയ സ്റ്റൂള് പോലെ ഇരിക്കും. അതപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുമായിരുന്നു. അത് വെച്ച് അതിൻ്റെ മേലിൽ ഒരു വെള്ളം കുപ്പിയുടെ അടപ്പാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ പൂ നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ പൂവും മേടിച്ച് ആ ടേബിളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ഈ ഫെവിക്കോൾ ഇല്ലാത്ത ഹാർഡ് ഗ്ലൂ ഗൺ ഇല്ലാത്ത കൊണ്ടുള്ള പ്രശ്നമാണ്, ഒട്ടിപ്പിടിക്കാൻ ഇച്ചിരി താമസമാണ്. ഹാർഡ് ഗ്ലൂ ഗൺ എന്ന് വെച്ചാൽ പെട്ടെന്നായിരിക്കും. ഇത് ഓൺലൈനിൽ മേടിച്ചതാണ്, കാണാൻ ഭംഗിയുണ്ട്. അപ്പോൾ ഒരു ക്യൂട്ട് ടേബിൾ ഡെക്കോറാണ്. ഇഷ്ടപ്പെട്ടോ? മൂന്നാമത് നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ബൾബ് ഈയിടെ ഫ്യൂസ് ആയതാണ്. അപ്പം ഞാനതെടുത്ത് കളയാൻ പോയപ്പോൾ ഞാൻ അടുത്ത് കളയണ്ട, എനിക്കതിനകത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞാൽ
അത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്ത് തരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതിനകത്ത് എന്താ ക്രാഫ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ബൾബെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കാം ആദ്യം. എന്നിട്ട് ഇതിനകത്ത് ഞാൻ ഒരു വൈറ്റ് പെയിൻ്റാണ് ബേസിൽ അടിക്കുന്നത്. മേൽഭാഗം റെഡ് കളർ പെയിൻ്റാണ് അടിക്കുന്നത്. വൈറ്റ് അടിച്ചിട്ട് റെഡ് അടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ ഇത് പ്ലെയിൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ ഡയറക്റ്റ് ഞാൻ വൈറ്റാണ് അടിക്കുന്നത്. ഒരു 2 കോട്ട് അടിച്ച് കൊടുത്താൽ മതി. ആദ്യം ഒരു കോട്ട് അടിച്ചിട്ട് അത് ഉണങ്ങി കഴിയുമ്പം രണ്ടാമതൊരു കോട്ട് കൂടെ അടിച്ച് കൊടുക്കണം. അതുപോലെ ഈ ബേസ് എടുത്തത് അതിനകത്തുള്ളതൊന്നും ഞാൻ കളഞ്ഞില്ല, അത് അതുപോലെ തന്നെ ആയിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. വെള്ള പെയിൻ്റാണ് അടിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇത് എന്തുവാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. വൈറ്റ് പെയിൻ്റ് അതുപോലെ 2 കോട്ട് അടിച്ച് കൊടുക്കണം. ആദ്യം ഒന്ന് അടിച്ചിട്ട് നല്ലപോലെ ഉണങ്ങി കഴിയുമ്പോൾ രണ്ടാമതൊരു കോട്ട് കൂടെ അടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതെന്തുവാന്നുള്ള ഗസ് കിട്ടിയല്ലോ. അപ്പം ഞാൻ മഷ്റൂമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ മഷ്റൂം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത് ഈ ബൾബ് ഇങ്ങനെ പെയിൻ്റ് അടിച്ചതാണ്. വൈറ്റ് ബേസിന് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെഡ് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ആ മേൽഭാഗത്തിൽ ഈ വൈറ്റ് വെച്ച് ചെറിയ ചെറിയ ഡോട്ടുകൾ നമ്മൾ വെച്ച് കൊടുക്കണം. എല്ലാ സാധനവും എന്തെങ്കിലും നമ്മൾ വിചാരിച്ച ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ മാക്സിമം എൻ്റെ വീട്ടിൽ വേസ്റ്റ് എന്ന് പറയാൻ ഒരു സാധനം ഞാൻ മാക്സിമം കളയാറില്ല. എല്ലാത്തിലും എടുത്ത് എന്തെങ്കിലും ചെയ്യാൻ നോക്കും. ഒരു പേപ്പർ ബോളും കളയത്തില്ല. പിന്നെ അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ചിലപ്പം കുപ്പികളെല്ലാം കളക്ട് ചെയ്യും. ചിലപ്പം കുപ്പികളുടെ അടപ്പെല്ലാം ഈ ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അടപ്പെന്തോ ചെയ്യും, അതങ്ങനെ കളക്ട് ചെയ്യും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഓരോരോ ഭാഗത്ത് നിറച്ച് വെച്ചേക്കും. അപ്പോൾ ഈ റെഡിൻ്റെ മേലെ ഇങ്ങനെ ഓരോരോ വൈറ്റ് ഡോട്ട്, അത് ഒത്തിരി വലുത് വേണമെന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്. കാണാൻ ഏതാണ് ഭംഗി അതനുസരിച്ച് ചെയ്താൽ മതി. ഇത് ഒരു ഡോട്ട് വെച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ ഈ ബേസിൻ്റെ മേലിൽ ഇങ്ങനെ കമത്തി തന്നെയാണ് ഇത് ഒട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അത് മഷ്റൂമിൻ്റെ ഷേപ്പിൽ നല്ല വൃത്തിയായിട്ട് വരും. അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതെന്തോ പ്ലെയിൻ ആയിട്ടിരിക്കുന്നത് പോലെ. അപ്പോൾ അതിനൊരു ബേസ് വേണം. അപ്പോൾ ഈ മഷ്റൂം എടുത്ത് കാണിക്കുന്നത് പോലെ അത് എന്തോ ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴാണ് അതുപോലെ നമ്മൾ ഡിസ്പോസിബിൾ ഡപ്പയുടെ ഒരടപ്പെടുത്ത് അതിൻ്റെ മേലെ ഇത് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒട്ടിക്കുന്നതെല്ലാം ഹാർഡ് ഗ്ലൂ ഗണ്ണുണ്ടെങ്കിൽ നല്ല ഒട്ടിക്കുകയും ചെയ്യാം. പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അല്ലാത്ത ഈ ഗമ്മൊക്കെ ഒത്തിരി പ്രയാസമാണ്. ഫെവിക്കോളാണെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ബേസ് ഉണ്ടാക്കി അതിൻ്റെ മേലിൽ ഈ റെഡ് പെയിൻ്റ് അടിച്ച് വെച്ചതും ഇതിൻ്റെ മേലിൽ ഗം വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കുക. ഇങ്ങനെ വെച്ചപ്പോഴും അതും ഒരു ഇൻകംപ്ലീറ്റാണ്, കാണാനൊരു ഭംഗിയില്ല. അപ്പോൾ ആ ബേസിൽ എന്തോ ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചപ്പം അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്ത് വെള്ളത്തിൽ നനച്ചിട്ട് ഗ്രീൻ കളർ പെയിൻറ്റും ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ പുല്ല് പോലെ ഇങ്ങനെ ആ ബേസിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ പച്ചയും ആ വെള്ളയും റെഡും കൂടെ മിക്സ് ചെയ്ത് എടുത്ത് കാണിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. കാണാൻ ഒരു ലുക്ക് കിട്ടും എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇതൊന്നും നേരത്തെ പ്ലാൻഡ് അല്ല. ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ എങ്ങനെ, അപ്പോൾ എന്നാൽ എന്തോ ചെയ്യാം, അങ്ങനെ തോന്നി ഓരോരോ ക്രിയേഷൻ വരുന്നതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഈ അടപ്പിൻ്റെ മേലിൽ ഇങ്ങനെ ചെറുതായിട്ട് വെച്ച് കൊടുക്കണം. ഇച്ചിരി മെനക്കെട്ട പണിയാണ്, ഇച്ചിരി ക്ഷമയും വേണം. എന്നാലും തുടങ്ങിയതല്ലേ തീർത്തല്ലേ ഒക്കത്തുള്ളൂ. ആക്ച്വലി ഞാൻ ഇപ്പോൾ രാവിലെ ഡെയിലി ഒരു ക്രാഫ്റ്റ് എന്നുള്ള രീതിയിൽ വീഡിയോ ഇടാൻ വേണ്ടി ഇത് ചെയ്യുന്ന. അപ്പോൾ ഇത് ഒരു ദിവസത്തിൽ ചെയ്ത് എനിക്ക് ചെയ്ത് തീർക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും തുടങ്ങിയതായതുകൊണ്ട് തീർക്കാതെ രക്ഷയില്ലല്ലോ. ഇങ്ങനെ ദിവസം ഈ ക്രാഫ്റ്റ് ചെയ്ത് ഷോർട്സ് ഇടുന്നതുകൊണ്ട് എൻ്റെ റൊട്ടീൻ വീഡിയോ ഒക്കെ തിങ്കളാഴ്ച കുക്കിങ്ങും ബുധനാഴ്ച ഗാർഡനിങ്ങും വെള്ളിയാഴ്ച ക്രാഫ്റ്റുമായിരുന്നു വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോൾ 2 മാസമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇനി അതും തുടങ്ങണം. അപ്പോൾ ഇത് മൊത്തം ഞാൻ ബേസ് ഇങ്ങനെ ഗ്രീൻ വെച്ചു. അപ്പോൾ കാണാൻ ഇച്ചിരി കൂടെ ഒരു ലുക്കില്ല. ടേബിളിൽ വയ്ക്കുമ്പോൾ ഒരു
പ്രത്യേകം ഭംഗിയാണ്. നമുക്ക് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. കംപ്ലീറ്റ് വേസ്റ്റ് ഐറ്റങ്ങൾ കൊണ്ടുള്ള ടേബിൾ ഡെക്കോർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അടുത്തത് ഒരു ക്രാഫ്റ്റ്. ഇതും നമ്മൾ കേക്കിൻ്റെ ബേസാണ്. അത് സ്ക്വയറില്ല. അപ്പോൾ നേരത്തെ കാണിച്ചത് റൗണ്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനിത് ഈ ലെറ്റേഴ്സ് ഇരിക്കുന്നതുകൊണ്ട് അത് കീറിക്കളയാൻ നോക്കി. പക്ഷെ അത് കീറിയിട്ട് വരുന്നില്ല, വൃത്തിയാകുന്നില്ല. അപ്പോൾ അതിൻ്റെ മേളിൽ തന്നെ പെയിൻ്റ് അടിക്കാമെന്ന് വെച്ചു. ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് ബ്ലാക്ക് പെയിൻറ്റ് തന്നെ അടിക്കുവാണ്. നമ്മൾ ഓരോരോ ഇതിനെ അനുസരിച്ച് നമ്മൾ ബേസ് എങ്ങനെയാണോ അതിൻ്റെ അനുസരിച്ച് കളർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇതിൻ്റെ വേറെ എന്തോ കളർ അടിച്ചാലും ആ ലെറ്റേഴ്സ് എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് ബ്ലാക്ക് അടിച്ച്. അപ്പോൾ പേപ്പർ കീറാൻ നോക്കിയതിൻ്റെയാണ് ആ ഇടഭാഗം ഇച്ചിരി കാണുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ മേളിൽ ചെയ്യാൻ പോകുന്ന ബദാമിൻ്റെ തോട് വെച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഏത് ഡിസൈൻ എങ്ങനെ ചെയ്യണം ഇതുവരെയും പ്ലാൻഡ് അല്ല. വരുന്ന രീതിയിൽ അങ്ങ് ഒട്ടിക്കാം. ആക്ച്വലി ബദാമിൻ്റെ തോട് കൊണ്ട് ഒത്തിരി ക്രിയേറ്റിവിറ്റി ചെയ്യാം. കാണാനും നല്ല ലുക്കാണ്. അപ്പോൾ ഇത് സ്ക്വയർ ഷേപ്പിലായതുകൊണ്ട് ഞാൻ ഓർത്ത് 2 സൈഡ് എൻഡിലും ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ മണ്ടാല ആർട്ടൊക്കെ വരയ്ക്കുന്നത് പോലെ ഹാഫ് റൗണ്ട് പോലെ നമ്മൾ നിരത്തി അടുക്കി കൊടുക്കുക. ഒരു പൂ പോലെ വരച്ചിട്ട് സൈഡ് മൊത്തം ഒരു ബോർഡർ പോലെ 2 സൈഡും അതുപോലെ ചെയ്തെടുക്കാമെന്ന് വെച്ച്. ഈ ഹാർഡ് ഗ്ലൂ ഗണ്ണില്ലാത്തതുകൊണ്ട് ഇത് ഒട്ടിക്കാൻ ഭയങ്കര പാടാണ്. ഫെവിക്കോൾ കൊണ്ടും അത്രയും നിൽക്കുന്നില്ല. അപ്പം മറ്റേ ഈ ഗമ്മ ഈയിടെ നാഗർകോവിലിൽ പോയപ്പോൾ മേടിച്ചത്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒട്ടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതുകൊണ്ടാണ് അത് വീഡിയോ ക്ലിയറായിട്ട് എടുക്കാൻ പറ്റാത്തത്. ഇത് ഒട്ടിക്കാനും ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അത്രയും പശയും ഇല്ലതാണ്. അപ്പോൾ ഏകദേശം എല്ലാം ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ ഒട്ടിക്കൊടുത്തു. അപ്പോൾ ഇനി ഇത് പ്ലെയിനായിട്ടിരിക്കുമ്പോൾ അത്രയും ലുക്കില്ല. അപ്പോൾ ഇതിനൊരു കളർ അങ്ങ് നമ്മൾ കൊടുത്താലോ എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ ബോർഡറെല്ലാം ഗോൾഡൻ കളറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഫുൾ ഗോൾഡൻ കളർ കൊടുത്താലും നല്ല ഭംഗിയാണ്. പക്ഷേ ഇച്ചിരി കളർഫുൾ ആകട്ടും എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പൂ പോലെ ഒട്ടിച്ചതിനെല്ലാം ഒരു പിങ്ക് കളറും 2 ലീഫും കൂടെയൊക്കെ വരച്ച് അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് പിങ്ക് കളറും 2 ഇടയ്ക്ക് ലീഫായിട്ട് ഗ്രീൻ കളറും കൂടെ കൊടുക്കുന്നത്. എല്ലാത്തിലും എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് വേണ്ടേ? എപ്പോഴും ഒരുപോലെ ഇരിക്കാതെ ഒരു വെറൈറ്റി ആകുമ്പം കാണാനൊരു ഭംഗിയല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം നേരത്തെ പ്ലാൻഡ് അല്ല. ഒരു കാര്യം ചെയ്യണമെന്ന് എടുക്കുമ്പോൾ ആദ്യം എന്തോ ചെയ്യണം. അപ്പോൾ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു. അപ്പോൾ ഇനി എന്തോ ചെയ്യാൻ തപ്പുമ്പം ബദാമിൻ്റെ തോട് വെച്ച് ചെയ്തു. അപ്പം ബോർഡർ വെച്ചപ്പം ഗോൾഡൻ കളർ അടിക്കാമെന്ന് വെച്ചു. അതൊരു ഭംഗിയില്ലെന്ന് തോന്നിയപ്പം പിങ്ക് കളർ വെച്ചു. അപ്പോൾ പൂ പോലെ പിങ്ക് അടിച്ചു കഴിഞ്ഞപ്പം എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഇടയ്ക്ക് 2 ബദാമിൻ്റെ തോടും വെച്ച് ലീഫായിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അത് നോക്കുമ്പോഴേ നമുക്കതിനകത്ത് എന്തെങ്കിലും ഫിനിഷിങ് ഇല്ല, മിസ്സിങ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഞാനിങ്ങനെ കുറേ സാധനങ്ങൾ കൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് അടുത്ത് എന്തോ ചെയ്യണം, ഇതിനകത്ത് എന്തോ ചെയ്യാൻ പറ്റും, ഇങ്ങനെ ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് എടുക്കും എന്ന് പറയാം. അതാണ് ശരി. ആദ്യം ഫുൾ മണ്ടാല ആർട്ട് പോലെ വരയ്ക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു എന്തോ ഒരു തൃപ്തിയായില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു പൂ പോലെ വരച്ചിട്ട് 2 ബോർഡർ പോലെ വരയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കണ്ടോ ഇപ്പോൾ ഒരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു 2 ലീഫ് വയ്ക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതും കൂടെ വെച്ചപ്പോൾ ഏകദേശം നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം. ടേബിൾ ഡെക്കോറായിട്ട് നമ്മൾ ടേബിളിലൊക്കെ ഭിത്തിയോട് ചേർത്തിരിക്കുന്ന ടേബിളാണെങ്കിൽ അതേ ചരിച്ച് വെച്ചാലും ഭംഗിയാണ്. അതിന് വാൾ തൂക്കിയിടാൻ ഒരു ഹോളിട്ടാൽ മതി. നൂലോ എല്ലാം കെട്ടിത്തൂക്കിയാൽ മതി. അല്ലെങ്കിൽ പുറകിലൊരു പിന്ന് വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. വെരി സിമ്പിളാണ്. പക്ഷെ നല്ല ക്ഷമയോടെ വേണം ഇതെല്ലാം ചെയ്യാൻ. പിന്നെ വേസ്റ്റ് കളയാതെ നമുക്ക് ഇങ്ങനെയൊക്കെ റീയൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ കംപ്ലീറ്റ് വേസ്റ്റ് ഐറ്റങ്ങൾ കൊണ്ട് ചെയ്ത 4 ക്രാഫ്റ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട്, ഏതാ ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊക്കെ കമൻസിൽ അയക്കണേ. ഞാൻ ഇതൊക്കെ എന്നും രാവിലെ ചെറുതായിട്ടുള്ള ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നത്.
അപ്പോൾ 2 വാൾ ഹാങ്ങിങ്ങും 2 ടേബിൾ ഡെക്കോറും കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു. ഇതിൽ ആർക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും മെസ്സേജ് അയക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.